ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു രഞ്ജൂസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എടുക്കുന്ന വീഡിയോ എടുത്തു കഴിഞ്ഞിട്ടാട്ടോ. അപ്പോഴാണ് ഓർത്ത് ഇൻട്രോ എടുത്തിട്ടുണ്ടായിരുന്നില്ലെന്ന്. അപ്പം നിങ്ങൾക്കൊക്കെ നമുക്ക് കൈകളും കാലുകളും വൃത്തിയാക്കുന്ന ഒരു പെഡിക്യൂറിലേക്ക് പോയാലോ? എല്ലാവരും ആഗ്രഹിക്കുന്നതാണല്ലോ, എങ്ങനെയാണ് കാലുകളും കൈകളൊക്കെ അടിപൊളിയായിട്ട് നല്ല ഷൈ ആയിട്ട് മിനിമിനിങ്ങുന്ന കാലുകളൊക്കെ ആകാൻ വേണ്ടി ആഗ്രഹിക്കാത്ത ആരുണ്ടല്ലേ? അപ്പം നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ വേണ്ടി പറ്റുന്ന സിമ്പിൾ ആൻഡ് ഹമ്പിൾ ആയിട്ടുള്ള ഒരു പെഡിക്യൂർ നിങ്ങൾക്ക് കാണിച്ചു തരാം. വാ ഗൈസ്, ഇതാണ് നമ്മുടെ പെഡിക്യൂർ ചെയ്യാൻ വേണ്ടി ഞാൻ എടുത്തു വെച്ചിട്ടുള്ള ഐറ്റംസ്. ഓക്കെ, അതിനായിട്ട് ഞാൻ 2 ബക്കറ്റിൽ വെള്ളം എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ഇത്രയും സംഗതികളുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് വീട്ടിൽ സിമ്പിളായിട്ട് നമ്മുടെ കാല് അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? ഹലോ ഗൈസ്, അങ്ങനെ നമ്മുടെ പെഡിക്യൂർ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. അതിനുള്ള ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തന്നില്ലേ? അപ്പോൾ ഇനി നമുക്ക് സ്റ്റാർട്ടപ്പ് ചെയ്യാം. ഇവിടെ ഞാൻ എടുത്തു വെച്ചേക്കുന്ന വെള്ളം നല്ല ലൂക്കോം വാട്ടറാണ്, ചെറിയ ചൂടുവെള്ളം. അതിനകത്തേക്ക് ഞാൻ ഇപ്പോൾ ഒഴിക്കാൻ വേണ്ടി പോകുന്ന അടിപൊളി നല്ല സ്മെല്ലുള്ള ഹാൻഡ് വാഷ് ആട്ടോ. നമുക്ക് ഹാൻഡ് വാഷോ ഷാമ്പൂ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പം ഹാൻഡ് വാഷ് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് അതിനകത്തേക്ക് നാരങ്ങ പിഴിഞ്ഞൊഴിക്കാൻ വേണ്ടി പോകും കേട്ടോ. നാരങ്ങ നല്ല ഒരു പകുതി നാരങ്ങ പിഴിഞ്ഞൊഴിക്കുന്നുണ്ട് നല്ല രീതിയിൽ. ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സപ്പ് ആക്കിയിടാൻ നല്ലതാണ്. ഇത് നമുക്ക് റബ്ബ് ചെയ്യാനൊക്കെ ഉപയോഗപ്രദമാവും. ഇത് ഞാൻ ശരിക്കും നന്നായിട്ട് എടുത്തിട്ടുണ്ട്. ഈ നാരങ്ങ വെച്ചിട്ട് വെറുതെ കാലിട്ട് ഉരച്ചാൽ നല്ല ഒരു ഫ്രഷ്നെസ് കിട്ടും കേട്ടോ. നാരങ്ങേൻ്റെ ഗുണങ്ങൾ, വൈറ്റമിൻ സിയുടെ ഗുണങ്ങൾ ഞാൻ പറയാതെ നിങ്ങൾക്കറിയാലോ. എന്നിട്ട് നല്ല രീതിയിൽ മിക്സപ്പ് ചെയ്ത് കൊടുക്കണം. നല്ല രീതിയിൽ പതയാകാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ഒരു ടൈം കുറച്ച് കൊടുക്കാം. അടുത്ത പാട്ടെന്ന് പറയുമ്പോൾ നമ്മളുടെ കാലിലുള്ള നെയിൽ പോളിഷൊക്കെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം കേട്ടോ. എന്നിട്ട് വേണം നമ്മൾ ബാക്കി സ്റ്റെപ്പിലേക്ക് പോകാൻ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളത് നമ്മുടെ നെയിൽ പോളിഷൊക്കെ നന്നായിട്ടൊന്ന് റിമൂവ്. ഞാനിവിടെ റിമൂവർ വെച്ചിട്ടാട്ടോ ക്ലീൻ ചെയ്യുന്നത്. ഈ റിമൂവറാണ് ഞാൻ ഉപയോഗിക്കുന്നത് ക്ലീൻ ചെയ്യാൻ വേണ്ടി. ഗൈസ്, അങ്ങനെ ഞാൻ പെഡിക്യൂറിൻ്റെ സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് വന്നിട്ടുണ്ട്. നല്ല രീതിയിൽ ഇളം ചൂടുവെള്ളത്തിനകത്ത് സോക്ക് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. ശരിക്കും ഞാൻ ഈ പെഡിക്യൂർ ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലോർമ്മ വരുന്നത്, നമ്മൾ ഈ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ചെയ്യുമ്പോൾ അവർ വൃത്തിയിൽ ചെയ്തു തരും. പക്ഷേ പല ഷോപ്പിലും പല രീതിയിൽ അവർ ചെയ്തു തരുന്നത്. ചിലർ നല്ല രീതിയിൽ ചെയ്തു തരും, ചിലവർ ഉടായ്പായിട്ട് ചെയ്തു തരും. അപ്പം നമ്മൾ നല്ല ഒരു സലൂണിൽ ചെയ്യുമ്പം നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ആകും. അല്ലാത്തപ്പം വലിയ രീതിയിലൊന്നും ചെയ്തു തരത്തില്ല കേട്ടോ. അപ്പം നമുക്ക് ഈ പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാമല്ലോ. അത് കാരണമാട്ടോ ഞാനിപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ലൊരു സമയമൊക്കെ ഉണ്ടെങ്കിൽ ഇരുന്ന് ചെയ്യാൻ നല്ല സുഖമാണ്. ആരെങ്കിലും ചെയ്ത് ഒരു പ്രത്യേക ഒരു അനുഭൂതിയാണല്ലോ. അതാണല്ലോ നമ്മൾ ഈ സലൂണിനൊക്കെ പോയി ചെയ്യുന്നത്. അപ്പം നമുക്കൊരു 10 മിനിറ്റ് സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം. ഓക്കെ, ഇനി നമ്മുടെ കാലും കൊണ്ട് തന്നെ സ്വന്തം അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് ഉരച്ച് കഴിയുമ്പോൾ തന്നെ ഇതാവും. അതായത് നോക്കിക്കേ, നല്ലൊരു ഉണ്ടാവും, ചെടികളെല്ലാം ഇറങ്ങും എന്തായാലും. അടുത്ത് നമ്മുടെ സ്റ്റെപ്പ് എന്ന് പറയുമ്പം ഈ സ്റ്റിക്ക് എടുത്തിട്ട് പിമി സ്റ്റിക്ക് അല്ലെങ്കിൽ പിമി സ്റ്റോൺ എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഈ സ്റ്റിക്ക് എടുത്തിട്ട് നന്നായിട്ടിട്ട് ഉരച്ചു കൊടുക്കുക. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ നമ്മുടെ അലക്കുകല്ലാണ് ഏറ്റവും ബെസ്റ്റ്. ഇപ്പം നമുക്കതില്ലാത്തതുകൊണ്ട് ഇത് വെച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ നന്നായിട്ട് അങ്ങോട്ട് ഉരച്ചു കൊടുക്കുമ്പം തന്നെ പകുതിയിലേറെ ചെളികളും അഴുക്കുകളും പിന്നെ കാലിൻ്റെ ബാക്കിൽ ഹാർഡായിട്ടുള്ള സ്കിന്നൊക്കെ എളുപ്പത്തിൽ പോകാൻ എളുപ്പമായിട്ടൊരു മാർഗ്ഗം കേട്ടോ. അടുത്തത് ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു പകുതി നാരങ്ങയാണ്. ആ നാരങ്ങ എടുത്തിട്ട് നന്നായിട്ട് അങ്ങ് ഉരച്ചു കൊടുക്കുമ്പം തന്നെ ഒരു നല്ലൊരു സോഫ്റ്റ്നെസ്സും പിന്നെ വൈറ്റമിൻ സിൻ്റെ ഗുണങ്ങളും കാര്യങ്ങളൊന്നും പറയണ്ടല്ലോ. അത് കാരണം നന്നായിട്ട് നാരങ്ങ നീര് ഇട്ട് കഴിയുമ്പം തന്നെ ഒരു ചെറിയൊരു ബ്രൈറ്റ് ലുക്ക് വരുന്നുണ്ട് കേട്ടോ. നല്ലൊരു ഇതാണേ. അപ്പോൾ നന്നായിട്ടിട്ട് ഉരച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ നാരങ്ങ അതിൻ്റെ നീര് കളയുന്നില്ല. അപ്പം അതൊരു സ്ക്രബ്ബർ പോലെയൊക്കെ ആയിട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പം നന്നായിട്ട് അതൊന്ന് ക്ലീൻ ഇങ്ങനെ റബ്ബ് ചെയ്തിട്ട് ഞാൻ അതവിടെ തന്നെ വെച്ചിട്ടാട്ടോ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്നത്. അപ്പോഴത്തേക്ക് അത് ഡ്രൈ ആകും. ഇപ്പോൾ നിങ്ങൾ ഇവിടെ കാണുന്ന ഈ യന്ത്രങ്ങളൊക്കെ ഞാൻ ഇവിടുന്ന് വാങ്ങിയത് കേട്ടോ. ഇത് നമ്മുടെ പെഡിക്യൂർ ആൻഡ് മാനിക്യൂറിൻ്റെ ഒരു കിറ്റാണ്. അപ്പോൾ ഇതിനകത്ത് കുറേ ഐറ്റംസ് ഉണ്ട്, ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എടുത്തിട്ട് നമുക്ക് ക്ലീൻ ചെയ്താൽ മതി. അങ്ങനെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് കാല് നന്നായിട്ട് വീണ്ടും ഒന്ന് സോക്ക് ചെയ്തെടുക്കുന്നുണ്ട്, നല്ലതായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നഖത്തിൻ്റെ ഇടയ്ക്കുള്ള സാധനങ്ങളൊക്കെ ജസ്റ്റ് അത് വെച്ചിട്ടൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തു. ഇനി അടുത്തതായിട്ട് ഞാൻ എടുക്കാൻ വേണ്ടി പോകുന്നത്
കണ്ടോ ഇപ്പോൾ തന്നെ ഒരു നല്ലൊരു വെട്ടം കൂടെ അടിക്കുന്നതുകൊണ്ടായിരിക്കും കുറച്ചൊരു സുഖം തോന്നുന്നു, നല്ലൊരു ബ്രൈറ്റ് തോന്നുന്നുണ്ട്. എന്നിട്ട് അടുത്തതായിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു ബ്രഷ്, നമ്മളുടെ വീട്ടിൽ ഉപയോഗിച്ച് തീർന്ന ഒരു ബ്രഷ് എടുക്കുക. എന്നിട്ട് വീണ്ടും അതിനകത്തേക്ക് കുറച്ച് ലോഷൻ ഇട്ടിട്ട് നമ്മുടെ നെയിൽസൊക്കെ ഒന്നും കൂടെ സ്പെഷ്യലായിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനകത്തിരിക്കുന്ന ഡേർട്ടീസൊക്കെ ഒന്ന് പൊക്കോട്ടെ എന്നുള്ള രീതിയിൽ നന്നായിട്ട് ഉരച്ച് 2 സൈഡിലും ക്ലീൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് വീട്ടിൽ അടിപൊളിയായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാര്യം കേട്ടോ. പക്ഷേ സലൂണൊക്കെ പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് കുറേ എക്സ്പീരിയൻസ് ഉണ്ട്. ഒരു 10 ഇതിൽ പോയിട്ടുണ്ടെങ്കിൽ അതൊരു 3 ആ സലൂണിൽ മാത്രമായിരിക്കും നല്ല രീതിയിൽ ചെയ്തു തരുള്ളൂ. ഒരു പാക്ക് ഇട്ട് കൊടുക്കാം. പാക്ക് ഇടുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ള സംഭവം തന്നെ ആണ്. ഞാൻ എൻ്റെ ഡോക്ടർ ആഷലിൻ്റെ ഗോൾഡ് കൊളാജിൻ പീൽ മാസ്ക്, ആ മാസ്ക് ഞാൻ കാലയിൽ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് നമ്മുടേതായ രീതിയിലാണല്ലോ നമ്മൾ കെയർ ചെയ്യുന്നത്. അപ്പോൾ ഫേസിനെ പോലെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന സംഭവമാണ് കാലും. അപ്പം ആ കൊളാജൻ ക്രീം ഓൾറെഡി എൻ്റെ അടുത്തുണ്ടല്ലോ, അപ്പോൾ ഞാൻ ഇത് തന്നെ ഇട്ട് പാക്ക് ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ നന്നായിട്ട് കഴുകിയിട്ടുണ്ട്. ജസ്റ്റ് ഡ്രൈ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യുക കേട്ടോ. നന്നായിട്ട് ഡ്രൈ ആയി നല്ല വേറെ വെള്ളത്തിൽ കഴുകി എടുത്തിട്ടുണ്ട്. ക്ലീൻ ആക്കിയ ശേഷം ഞാൻ പാക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഉള്ള ഒരു കാലാട്ടോ കാണിച്ചു തരുന്നത്. നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ ക്ലീൻ ആക്കി എടുത്ത് വെച്ചിട്ടുള്ള വേറൊരു വെള്ളം ഉണ്ടായിരുന്നല്ലോ, അതിനകത്തേക്ക് ഇട്ട്, പ്ലെയിൻ വെള്ളമാണ്, ലൂക്കോം വാട്ടർ, അതിനകത്തേക്ക് നന്നായിട്ട് ഡിപ്പ് ചെയ്തിട്ട് നന്നായിട്ട് വാഷ് ചെയ്തെടുത്തു കേട്ടോ. അതിന് ശേഷം നന്നായിട്ട് കാല് നന്നായിട്ട് ഡ്രൈ ആക്കിയതിന് ശേഷമാണ് നമ്മളിനി അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്നത്. നന്നായിട്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ലൊരു രസമായിട്ട് തോന്നുന്നുണ്ട്, നമ്മളൊരു ഫ്രഷ്നെസ് തോന്നും. അതാണ് അടുത്ത നമ്മുടെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നെയിൽ പോളിഷ് ഇടുക എന്നാണ്. ഇഷ്ടമുള്ള ആൾക്കാർ കേട്ടോ. അങ്ങനെ എൻ്റെ സെലക്റ്റഡ് ആയിട്ടുള്ള ഒരു നെയിൽ പോളിഷ് എടുത്തതിന് ശേഷം ഞാൻ എൻ്റെ കാലിലിട്ട് കൊടുക്കാൻ വേണ്ടി പോവാം കേട്ടോ. എനിക്കെപ്പോഴും നെയിൽ പോളിഷ് ഇട്ടിട്ടില്ലെങ്കിൽ എൻ്റെ വിരലിൻ്റെ നഖത്തിന് ഒരു ഡാർക്ക്നെസ് ഉണ്ട്. അത് എത്രയൊക്കെ ക്ലീൻ ചെയ്താലും അങ്ങനെ തന്നെയായിരിക്കും. അത് കാരണം ഞാൻ എപ്പോഴും എൻ്റെ കാലിൽ എപ്പോഴും നെയിൽ പോളിഷ് ഇടും. നമുക്ക് കയ്യിൽ എപ്പോഴും ഇടാൻ പറ്റത്തില്ല, നേഴ്സാണല്ലോ. അപ്പോൾ അത് കാരണം കയ്യിൽ എപ്പോഴും നെയിൽ പോളിഷ് ഇടാൻ പറ്റില്ല. പക്ഷേ അതിൻ്റെ എല്ലാം പകരമായിട്ട് ഞാൻ കാലിൽ എപ്പോഴും നെയിൽ പോളിഷ് ഇടുവേ. അങ്ങനെ ഞാൻ 2 കാലിൽ നെയിൽ പോളിഷ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഫൈനൽ ലുക്ക് കാണിച്ചു തരാം ഗൈസ്. അങ്ങനെ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്ന പെഡിക്യൂറിൻ്റെ ഒരു ഫ്രഷ്നെസ് ഒക്കെ ഫീൽ ചെയ്യുന്നില്ലേ നിങ്ങൾക്കും? അതിൽ നിന്ന് വ്യത്യാസമായിട്ട് തോന്നിയില്ലേ? അത് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ കാലിനൊരു പൂർത്തിയാക്കാൻ വേണ്ടി എനിക്കൊരു മിഞ്ചിയും കൂടി ഇടണമെന്ന് ആഗ്രഹിച്ച് അങ്ങനെ ഞാൻ മിഞ്ചിയും കൂടി എടുത്തിട്ടു കേട്ടോ. അപ്പം എനിക്കെന്തോ ഒരു ഇഷ്ടമായിട്ട് തോന്നി. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കല്യാണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു മിഞ്ചി ഇടാൻ. അങ്ങനെ ആ ആഗ്രഹം പോലെ എനിക്ക് മിഞ്ചി മേടിച്ച് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ മിഞ്ചിയും കൂടെ കാലിലിട്ട് അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമായ ഫൈനൽ ലുക്ക്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീട്ടിൽ ചെയ്യാൻ വേണ്ടി സിമ്പിളായിട്ട് പറ്റുന്ന ഒരു പെഡിക്യൂർ മെത്തേഡാട്ടോ. അപ്പോൾ ഇതിനകത്ത് ആവശ്യമുള്ള കാര്യങ്ങൾ എടുത്തിട്ട് അല്ലാത്തത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാം. ഓക്കെ, ബൈ ബൈ, സീ യു.